പ്രസവത്തോടു കൂടി നന്നായിട്ട് വണ്ണം വെക്കാനുള്ളൊരു ആഹാര രീതികളാണ് പൊതുവേ കണ്ടുവരുന്നത്. പക്ഷെ നമ്മളിവിടെ അങ്ങനെ ചെയ്യാറില്ല. എപ്പോഴും ഒരു ബാലൻസ്ഡ് ഡയറ്റിൽ പോണതാണ് നല്ലത്. പണ്ടൊക്കെ അങ്ങനെ ചെയ്തിരുന്നു. അതെന്താ വെച്ചാൽ 7ഉം 8ഉം ഡെലിവറിക്ക് ശേഷം അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഒക്കെ വേണ്ടിയിരുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനത്തെ ഒരു സപ്പോർട്ട് സിസ്റ്റം വേണമെന്ന് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് അന്നത്തെ അമ്മമാർ പറമ്പിലിറങ്ങി പണിയാനും ഒക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. മിക്കവാറും നമ്മുടെ ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ് മാറിയിട്ടിരിക്കുകയാണ്. പിന്നെ ഒരുവിധം എല്ലാം ജങ്ക് ഫുഡാണ്. പിന്നെയും നമ്മൾ കഴിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഒരു ബാലൻസ്ഡ് ഡയറ്റാണ് നമ്മളിവിടെ പ്രസവരക്ഷയ്ക്ക് വെച്ചിട്ടുള്ളത്. കാർബ് കുറേ കൂടെ കട്ട് ചെയ്ത് കുറേ കൂടെ സൂപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹൈഡ്രേറ്റഡ് ആയിട്ട് കുറേ സൂപ്പുകളാണ് നമ്മളിവിടെ ആഡ് ഓൺ ചെയ്യുന്നത്. അത് അമ്മയുടെ പാലിനെയും ഒക്കെ സഹായിക്കുന്ന രീതിയിലുള്ള ആഹാര രീതികൾ. ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പം പൊതുവേ നമ്മൾ കാണുന്നത് ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷനായിരിക്കും ശരീരം മുഴുവൻ. അപ്പോൾ ആ ഇൻഫ്ലമേറ്ററി കണ്ടീഷനുള്ള ചികിത്സകളാണ് നമ്മൾ ബേസിക്കലി ചെയ്യേണ്ടുന്നത്. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റീം ബാത്തും ധാന്യാമ്ലധാരയും ഒക്കെയാണ് നമ്മളതിന് വേണ്ടിയിട്ട് റെഫർ ചെയ്യുക. പിന്നെ വേണ്ടുന്നത് മസിൽ സ്ട്രെങ്തനിങ് ആണ്. മസിൽസ് മൊത്തത്തിലൊന്ന് വീക്കാവാനുള്ള ഒരു ചാൻസ് പ്രസവത്തോടു കൂടിയുണ്ട്, പ്രത്യേകിച്ച് അബ്ഡോമിനൽ മസിൽസ്. അതിനെ തിരിച്ചു പിടിക്കാനും ചികിത്സകൾ, ഇപ്പോൾ ഞവരക്കിഴി പോലെയും ഞവരധാര പോലെയും ഒക്കെയുള്ള ചികിത്സകളാണ് അതിന് ഹെൽപ്പ് ചെയ്യുന്നത്.